എടാ കൈസേ, നമസ്കാരം, വണക്കം. പൊന്നുമോനെ കൈസേ, എന്താണ് നീ ഇന്നലെ പറഞ്ഞത്? ഞാൻ ഇതുവരെയും ഒരു കുടുംബം പോലും കലക്കിയിട്ടില്ല എന്നല്ലേ? പൊന്നാര മക്കളെ, ഒരു കാര്യം പറയുകയാണ് നമ്മുടെ കൈസ്. അതായത് 1200ഓളം വീഡിയോ അപ്ലോഡ് ചെയ്ത കൈസ് മിനിമം 500ഓളം കുടുംബം ഈ കൈസ് കലക്കിയിട്ടുണ്ട്. ഓക്കെ, അതിൽ ചില കലക്കിയ കുടുംബത്തെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരുന്നത്. കൈസ് ഇന്നലെ പറഞ്ഞത് ബഷീർ കളവ് പറയുന്നു, ഞാൻ കളവ് പറയുന്നു, മൂപ്പൻ കളവ് പറയുന്നു. അതായത് ഈ കൈസ് ഇതുവരെയും ഒരു കുടുംബം പോലും കലക്കിയിട്ടില്ലെന്നാണ് കൈസ് പറയുന്നത്. അപ്പോൾ എനിക്ക് നട്ടലുണ്ട്. അതുകൊണ്ട് കൈസ് കലക്കിയ ചില കുടുംബം ഞാൻ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് മുമ്പിൽ ക്ലിയറായി അതിൻ്റെ തെളിവും അതിൻ്റെ A to Z ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പൊന്നുമോൻ കൈസ് ഇതിൻ്റെ റീപ്ലൈ ആയി നീ വരണം. കാരണം നീ പറഞ്ഞതാണ് ഇതുവരെയും ഞാൻ ഒരു കുടുംബവും കലക്കിയിട്ടില്ലെന്ന് നീ പറഞ്ഞതാണ് കൈസേ. ഒന്നും തോന്നല്ലേ കൈസേ, ഞാനൊക്കെ വിളിച്ച് പറയും. എന്താ പറയണ്ടേ, എൻ്റെ ശീലം അതാണ്. ഒരു കാര്യം പറയുകയാണ് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്. പൊന്നാര മക്കളെ, അതായത് ഈ നാട്ടിൽ സ്വാമിമാർ തെറ്റ് ചെയ്താലും, ഈ നാട്ടിൽ ഉസ്താദന്മാർ തെറ്റ് ചെയ്താലും, ഈ നാട്ടിൽ പള്ളിലച്ചന്മാർ തെറ്റ് ചെയ്താലും, LDFകാർ തെറ്റ് ചെയ്താലും, UDFകാർ തെറ്റ് ചെയ്താലും, BJPക്കാർ തെറ്റ് ചെയ്താലും, ആര് തെറ്റ് ചെയ്താലും ഞാൻ അതിനെ ചൂണ്ടിക്കാണിക്കും. ഓക്കെ, എനിക്ക് പേഴ്സണലി ഒരു മതവുമില്ല, എനിക്ക് പേഴ്സണലി ഒരു രാഷ്ട്രീയ പാർട്ടിയുമില്ല. ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഞാൻ വിളിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, ആര് തെറ്റ് ചെയ്താലും അവരെ ചൂണ്ടിക്കാണിക്കുക, ആ ഒരു ദൗത്യത്തിൽ മാത്രമാണ്. അതിന് നിങ്ങൾ എനിക്ക് എത്ര ഡിസ്ലൈക്ക് അടിച്ചു കഴിഞ്ഞാലും, നിങ്ങൾ എനിക്ക് എത്ര നെഗറ്റീവ് കമന്റ് ഇട്ട് കഴിഞ്ഞാലും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇന്നലെ കൈസ് പറഞ്ഞത് കൈസ് ഒരു കുടുംബം പോലും കലക്കിയിട്ടില്ലെന്നാണ് കൈസ് പറഞ്ഞത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. പൊന്നാര കൈസെ, ആദ്യം നീ കലക്കിയത് നമ്മുടെ മെഹനാസിന്റെയും അതുപോലെ ഷഫ മഹനുവിന്റെയും കുടുംബം. നിങ്ങൾ ടൈറ്റിൽ നോക്കൂ. നേരിട്ടത് അതിക്രൂര മർദ്ദനം, രണ്ടാം ഭാര്യ മെഹനാസുമായി വേർപിരിഞ്ഞു. എപ്പാ? നിന്നോട് ആര് പറഞ്ഞു? ഒരു വീഡിയോ ക്ലിപ്പും കൂടി പൊന്നാര മക്കൾ ഇപ്പൊ കാണണം. ഓക്കെ ഗായ്സ്, അപ്പം ഞങ്ങളുടെ കുടുംബത്തിന്റെയും വക ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. കണ്ടല്ലോ കൈസേ, നിന്റെ ടൈറ്റിൽ എന്താണ്? നേരിട്ടത് അതിക്രൂരമർദ്ദനം, രണ്ടാം ഭാര്യയും മെഹനാസുമായി വേർപിരിഞ്ഞെങ്കിൽ ഇന്നലെ എങ്ങനെയാണ് അവർ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിച്ചത്? രണ്ടാളും ഒരുമിച്ചിരുന്നാണ് ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിച്ചത്. കൈസ് എന്താണ് ഇവിടെ എഴുതി പറഞ്ഞത്? അവർ വേർപിരിഞ്ഞു എന്നാണ്. ഇത് നീ കലക്കിയത് കുടുംബമല്ലേ കൈസേ? ഓക്കെ, ഇവർക്കെതിരെ കൈസ് പറഞ്ഞ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഞാനിപ്പോ സൈഡിൽ വെച്ച് തരാം. അങ്ങനെ കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ അടുക്കാണ് റിഫയുടെ മരണത്തിന് ശേഷം കുറച്ച് മാസങ്ങൾക്കപ്പുറം പുള്ളിക്കാരൻ പുതിയൊരു കല്യാണം കഴിക്കുന്നത്. സഫ എന്നുള്ളതാണ് ആ കല്യാണം കഴിച്ച പെൺകുട്ടിയുടെ പേര്. എന്തായാലും പുതിയ കല്യാണം കഴിച്ച ഉടനെ തന്നെ മെഹനാസും പുതിയ ഭാര്യയും വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡൗട്ടുകൾ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. റിഫ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ ഇവർ പ്രണയത്തിലായിരുന്നോ? ഇനി ഇവളെ കിട്ടാൻ വേണ്ടി മെഹനാസ് റിഫനെ കൊന്നതാണോ? അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ ആൾക്കാർ. പൊന്നുമോനെ കൈസേ, ഇത് നീ കുടുംബം കലക്കിയതല്ലേ? ഒരു കാര്യം പറയുകയാണ്, റിഫ മഹനു മരിച്ച ഒരാളും ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല. ഞാനിവിടെ മെഹനാസിന് സപ്പോർട്ട് കൊടുക്കുന്നതുമല്ല. മെഹനാസ് റിഫയെ ക്രൂരമായി മർദ്ദിച്ചു, അതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഓക്കെ ഫൈൻ, ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ഞാൻ പറയുന്നത്, മെഹനാസിന് ഒരു കല്യാണം കഴിച്ചുകൂടാന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ മെഹനാസ് ഷഫ മഹനു എന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോൾ ഇവൻ വീഡിയോ ഇട്ട് വരികയാണ്, രണ്ടാം ഭാര്യക്ക് ക്രൂരമർദ്ദനം, വേർപിരിഞ്ഞു എന്ന് കളവ് ടൈറ്റിൽ എഴുതിക്കൊണ്ട് ഇവൻ പറയുകയാണ് ആദ്യ ഭാര്യയെ മെഹനാസ് കൊന്നോ എന്ന് ഡൗട്ടുണ്ടെന്ന്. പൊന്നാര മോനെ, മെഹനാസ് കൊന്നത് എന്ന് ഏതെങ്കിലും കോടതി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് നീ ഈ വീഡിയോ ഇട്ടത്? നിന്റെ ഈ വീഡിയോ കണ്ടിട്ട് ഷഫ മഹനുവിന്റെ കുടുംബം എന്താണ് വിചാരിക്കുന്നത്? ഷഫ മഹനു എന്താണ് വിചാരിക്കുന്നത്? ഇവൻ റിഫയെ കൊന്നതായിട്ടുണ്ടാവോ? കൈസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞ് ആ കുടുംബത്തിൽ കലഹമുണ്ടാവൂലേ കൈസേ? കലഹമുണ്ടായാൽ നീയല്ലേ ആ കുടുംബം കലങ്ങാൻ കാരണം? അപ്പോൾ നീ കലക്കിയ ഒന്നാമത്തെ കുടുംബം ഇവരുടെ കുടുംബമാണ്. അപ്പോൾ ഈ കൈസ് കലക്കിയ രണ്ടാമത്തെ കുടുംബം TT ഫാമിലിയാണ്. നോക്കൂ നിങ്ങൾ, ഇവന്റെ ടൈറ്റിൽ എഴുത്, ഇതെന്റെ ഉമ്മയല്ല ഭാര്യയാണ് TT ഫാമിലി വ്ളോഗ്. അതായത് എന്താണ് ഇവൻ ഇങ്ങനെ ടൈറ്റിൽ എഴുതി പറയുന്നത്, അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഓക്കെ, 8ഉം 10ഉം വയസ്സധികമുള്ള ഭർത്താക്കന്മാർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. എന്നാൽ നേരെ തിരിച്ച് സംഭവിക്കുകയാണെങ്കിലോ, ഭാര്യയ്ക്ക് ഭർത്താവിനേക്കാളും കൂടുതൽ ഏജ് വരാണെങ്കിലോ, അതും കുറച്ചൊന്നുമില്ല, വലിയൊരു ഏജ് ഗ്യാപ്പ്. അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കാത്ത ഒരു കാര്യമാണ് അല്ലെ? എന്നാൽ അത്തരത്തിൽ ദമ്പതിമാരായിട്ടുള്ള ഒരു കപ്പിൾസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അവർക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, TT ഫാമിലി എന്നുള്ളതാണ് ചാനലിന്റെ പേര്. ഞാൻ
പൊന്നാര കൈസെ അവനൊരു പ്രശ്നവുമില്ല ഇവളെ കെട്ടിയത്. 20 വർഷത്തിന് വലുതായ ഒരു സ്ത്രീയെ കെട്ടിയതിൽ ആ ചെക്കന് ഒരു പ്രശ്നവുമില്ല. നിനക്ക് പിന്നെ എന്തിൻ്റെ കേടാണ് കൈസെ? 20 മിനിറ്റിൻ്റെ വീഡിയോ ഇട്ട് എന്തൊക്കെയോ ഇല്ലാത്ത കാര്യങ്ങളും ഉള്ള കാര്യങ്ങളും ഈ കൈസ് വിളിച്ച് പറയുകയാണ്. അപ്പോൾ ഞാനൊരു കാര്യം പറയുകയാണ്, എങ്ങനെയാണ് ഇവിടെ കൈസ് കുടുംബം കലക്കുന്നത്? പൊന്നാര മക്കളെ, കൈസ് പറയുകയാണ്, ചെറിയ പയ്യൻ ഇത്രയും വലിയൊരു ചേച്ചിയെ എന്തുകൊണ്ട് വിവാഹം ചെയ്തു എന്നാണ് കൈസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ആ വീഡിയോ ആ പയ്യൻ കണ്ടു കഴിഞ്ഞാൽ ആ പയ്യൻ എന്താണ് വിചാരിക്കുന്നത്? ഞാൻ എന്തിനാണ് ഇവളെ കെട്ടിയത്, 20 വർഷമായല്ലോ, ഈ കൈസൊക്കെ എന്നെ ട്രോളുന്നല്ലോ. ആ പയ്യന്റെ ഫാമിലി എന്താണ് വിചാരിക്കുന്നത്? ഇവൻ എന്തിനാണ് ഇവളെ കെട്ടിയത്? അവൾ എന്താണ് വിചാരിക്കുന്നത്? ഞാൻ എന്തിനാണ് ഇത്ര ചെറിയ പയ്യന്റെ കൂടെ കെട്ടിയത്? അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇവരുടെ ദാമ്പത്യ ലൈഫ് മുന്നോട്ട് പോവോ കൈസെ? നീ കാരണം ഇവരുടെ ലൈഫും തൊലഞ്ഞല്ലോ കൈസെ. അപ്പോൾ നീ കാരണം രണ്ടാമത് കലങ്ങിയ കുടുംബമാണ് ടി ഫാമിലി. ഓക്കെ, പൊന്നാര മക്കളെ, മൂന്നാമതായി കൈസ് കലക്കിയ കുടുംബം നമ്മുടെ ബഷീർ ബഷിയുടെയാണ്. 2 വർഷം മുമ്പാണ്, 2-3 വർഷം മുമ്പാണ് കൈസ് ബഷീർ ബഷിയുടെ കുടുംബം ഒന്നും കൂടി കലക്കാൻ ശ്രമിച്ചത്. ഓക്കെ, നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. നോക്കൂ, ഇത് നമ്മുടെ കൈസിന്റെ ടൈറ്റിലാണ്. സ്വന്തം മക്കളെ ഇങ്ങനെ പബ്ലിക്കിലിട്ട് നാറിക്കരുത്, ബഷീർ ബഷി, മഷൂറ ബഷീർ, ഷുഹാന ബഷീർ. അതായത് ഇവിടെ കൈസ് പറയുന്നത് സ്വന്തം മോളെ ബഷീർ ബഷി നാറിച്ചു എന്നാണ്. നമുക്ക് കൈസിന്റെ വീഡിയോ കണ്ടു നോക്കാം. എങ്ങനെയാണ് ബഷീർ ബഷി നാറിച്ചത് ഒന്ന് കണ്ടു നോക്കാം. അതിനുശേഷം കൈസിനോട് പറയാം എങ്ങനെയാണ് ഇതിൽ കുടുംബം കലക്കുന്നത് എന്ന്. ഇവളെ വിളിച്ചിട്ട് വന്ന വരവ് കണ്ടപ്പോ തന്നെ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ വന്നെന്ന് വിചാരിച്ചു. സോനും ഭയങ്കര വയലന്റ് ആയിട്ടാണ് വന്നിച്ച്. അപ്പൊ ഞാനിവിടെ സോഫ്റ്റ് സെറ്റിൽ കിടക്കണായിരുന്നു, ഞാനും മഷുവൊക്കെ അവിടെ മഷു ഇരിക്കണായിരുന്നു, ഞാൻ അവിടെ കിടക്കണായിരുന്നു. അപ്പൊ സോന് വന്നിട്ടില്ലേ, വട്ടി അങ്ങോട്ട് എടുത്തിട്ടില്ലേ, ചന്നം പിന്നെ കൊടുത്തേക്കീറ്. അല്ല, ഞാനും മഷൊന്നും അല്ലെങ്കില്ല പിടിച്ചു മാറ്റാൻ പോലും നിന്നില്ല. എന്താണെന്നറിയോ, ഈ മക്കളെ 4 ആളെ മുന്നിലിട്ട് അപമാനിച്ചു കഴിഞ്ഞാൽ അവർ നന്നായി പഠിച്ചുകൊള്ളും, നന്നായി മാർക്ക് സ്കോർ ചെയ്തുകൊള്ളും എന്നൊരു പൊതുധാരണ നമ്മുടെ നാട്ടിലെ പാരന്റ്സിനിടയിലുണ്ട്. ഞാനിത് പറയാനുള്ള കാരണം ഇന്നലെ ബഷീർ ബഷിയുടെ ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി. പൊന്നാര മക്കളെ, നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ, ഇവന്റെ ടൈറ്റിൽ ഒന്നും കൂടി ഞാൻ വായിച്ചു തരാം. സ്വന്തം മകളെ ഇങ്ങനെ പബ്ലിക്കിലിട്ട് നാറിക്കരുത്. എവിടെയാണ് കൈസെ ഇവിടെ ബഷീർ ബഷി സ്വന്തം മകളെ നാറിച്ചത്? എന്താണ് നീ ഇല്ലാത്ത കാര്യം വിളിച്ചു പറയുന്നത്? പൊന്നാര മക്കളെ, ഇതിൽ കൈസിന്റെ ഉദ്ദേശം എൻ്റെ മോളെ ബഷീർ ഇങ്ങനെ ചെയ്തല്ലോ, അതായത് മഷൂറയോടുള്ള ഇഷ്ടം കൊണ്ടാണോ എൻ്റെ മകളെ ഇങ്ങനെ നാറിച്ചത്? അങ്ങനെ ഷുഹാന വിചാരിച്ചുകൊണ്ട് അവിടെ ഒരു അടി നടക്കണം, അതാണ് കൈസിന്റെ ഉദ്ദേശം. നിങ്ങൾ നോക്കൂ, ഇവിടെ എവിടെയും ബഷീർ ബഷി സ്വന്തം മോളെ നാറിച്ചിട്ടില്ല. അങ്ങനെ ഒരു വീഡിയോ തന്നെ പുറത്തു വന്നിട്ടില്ല. വെറുതെ ടൈറ്റിൽ എഴുതി ഇങ്ങനെയുള്ള വൃത്തികെട്ട വാർത്ത ഉണ്ടാക്കുകയാണ് കൈസ്. അപ്പോൾ ഈ ഒരു വാർത്ത, ഈ ഒരു കോണ്ടന്റ് നമ്മുടെ ഷുഹാന കണ്ടു കഴിഞ്ഞാൽ ഷുഹാന എന്താണ് വിചാരിക്കുന്നത്? എൻ്റെ സ്വന്തം മോളെയല്ലേ ബഷീർ നാറിച്ചത്, അപ്പോൾ മഷൂറയോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും നാറിച്ചത്. അങ്ങനെ വിചാരിച്ച് അവിടെ കുടുംബം കലങ്ങാൻ, അവർ തമ്മിൽ പിരിയാനടക്കാൻ സാധ്യതയുണ്ട്. പൊന്നാര കൈസെ, നീ കലക്കാൻ ശ്രമിച്ച മൂന്നാമത്തെ കുടുംബമാണിത്. പൊന്നാര മക്കളെ, അപ്പോൾ നമ്മുടെ കൈസ് കലക്കിയ 4ാമത്തെ കുടുംബം അപർണ അപ്പൂത് എന്ന് പറയുന്ന ഈ പെൺകുട്ടിയാണ്. അപ്പോൾ എന്താണ് ഈ പെൺകുട്ടിയെ പറ്റി നമ്മുടെ കൈസ് കലക്കിയത്? അവളുടെ അശ്ലീല വീഡിയോ സത്യമാണ്. ഈ വോയിസ് ഒന്ന് കേട്ടു നോക്കൂ. ഈ കരച്ചിലെല്ലാം നാടകം. അതായത് അപർണ അപ്പൂത് എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ അശ്ലീല വീഡിയോ എന്ന് പറയപ്പെടുന്ന ഒരു വീഡിയോ പുറത്തു വരികയാണ്. ആ പെൺകുട്ടി പറഞ്ഞത്, അതായത് അപർണ അപ്പൂത് എന്ന് പറയുന്ന പെൺകുട്ടി പറഞ്ഞത്, അത് എൻ്റെ വീഡിയോ അല്ല, അതായത് എഡിറ്റ് ചെയ്ത് ഇട്ടതാണെന്ന്. അതിനെ കൈസ് വീഡിയോ ഇട്ട് പറയുകയാണ് ഇത് ഇവൾ തന്നെ എന്ന് കൈസ് പറയുകയാണ്. നമുക്കൊന്ന് കേട്ടു നോക്കാം. ഓക്കെ, അപർണയുടെ 1-2 അശ്ലീല വീഡിയോസ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് അത് അവരെ അറിയുന്നവർക്കിടയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഇപ്പം പുള്ളിക്കാരി ഫൺ വിത്ത് സ്റ്റാർസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഇതിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം. നമ്മളിവിടെ ഇറങ്ങി നീ അവനെ കിസ് ചെയ്തുകൊണ്ട് കാണുന്നതെല്ലാം നമ്മളിവിടെ ഇറങ്ങി. ആ സാറായിട്ട് തന്നെ ആയിരുന്നു. ബാംഗ്ലൂർ നീ ഏത് റൂമിലാണ് പോയത്? റൂമിൽ പോയ ഫോട്ടോ ഇവിടെ ഉണ്ട്. മണിപ്പൂറുള്ള റോബോട്ട് ആയിട്ട് തന്നെയായിരുന്നു. എന്നതോ പറയടി. സാറായിട്ട് തന്നെയായിരുന്നു. അയ്യോ, വീഡിയോ അത് ഫേക്ക് ആയിട്ടും അതല്ലെന്ന് പറയാനായിട്ട് എനിക്ക് ഒറ്റ ആൾക്കാരുണ്ടായിരുന്നില്ല. ഫ്രണ്ട്സ് എന്ന് പറയാനും റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും ഒന്ന് വിളിച്ചു ചോദിക്കാനാണേലും ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ നിന്നെ മനസ്സിലാക്കാൻ ആരുമില്ലായിരുന്നു. പൊന്നാര മക്കളെ, നിങ്ങൾ കേട്ടല്ലോ,
കൈസ് ഇട്ട വീഡിയോയിൽ കൈസ് പറയുന്നു അങ്ങനെ ഒരു വീഡിയോ വന്നത് സത്യമാണ്, അതിൻ്റെ വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് കൈസ് ജനങ്ങളെ പറ്റിക്കുകയാണ്. അതിനുശേഷം അപർണ അപ്പൂസ് കരഞ്ഞുകൊണ്ട് പറയുകയാണ് അതൊരു ഫേക്ക് വീഡിയോ ആണ്, എഡിറ്റ് വീഡിയോ ആണ്. പൊന്നാര കൈസ് ഒരു കാര്യം പറയുകയാണ്, നിന്റെ വീഡിയോ കണ്ടിട്ട് ആ പെണ്ണിനെ ആരെങ്കിലും കെട്ടോ എൻ്റെ പൊന്നാര കൈസ്? ആ പെണ്ണിനെ ആരെങ്കിലും വിവാഹം കഴിക്കാൻ സമ്മതിക്കോ പൊന്നാര കൈസ്? അതിപ്പോ ഉള്ളതാണെങ്കിലും അങ്ങനെയുള്ള വാർത്ത പുറത്തു വിടുന്നത് സത്യം നല്ലതാണോ പൊന്നാര കൈസ്? പൊന്നാര കൈസ്, നീ കലക്കിയ 4ാമത്തെ കുടുംബമാണിത്. ആ പെണ്ണിന്റെ ജീവിതമാണ് നീ ഇല്ലാതാക്കിയത്. ഓക്കെ പൊന്നാര മക്കളെ, നമ്മുടെ കൈസ് കലക്കിയ 5ാമത്തെ കുടുംബം രേണുസുതിയാണ്. രേണുസുതി അങ്ങനെ ചെയ്തു, രേണുസുതി ബാത്റൂമിലേക്ക് പോയി, രേണുസുതി ബാത്റൂമിൽ നിന്ന് വരുമ്പോൾ ഇത്ര സമയമായി. ഇല്ലാത്ത വിഷയത്തിന് എല്ലാ ദിവസവും 2ഉം 3ഉം രേണുസുതി വിഷയം ചർച്ച ചെയ്തത് കൈസ് നീയല്ലേ? അപ്പോൾ രേണുസുതിയുടെ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊന്നും ഞാൻ വെക്കുന്നില്ല, ഇപ്പോൾ നടന്ന സംഭവമാണ്, നിങ്ങളൊക്കെ കേട്ടതല്ലേ കൈസ് പറഞ്ഞത്. അപ്പോൾ കൈസ് കാരണം ഇഷ്ടം പോലെ ഫാമിലി, ഇഷ്ടം പോലെ സ്ത്രീകളുടെ ലൈഫ് ഇല്ലാതായിട്ടുണ്ട് പൊന്നാര മക്കളെ. അതിനുശേഷം കൈസ് പറയുകയാണ് ഞാൻ ഒരു കുടുംബവും കലക്കിയിട്ടില്ല എന്ന്. പൊന്നാര മോനെ കൈസ്, നീ ആണാണെങ്കിൽ ഇതിനുള്ള റീപ്ലൈ നീ തരണം. ഓക്കെ, അപ്പോൾ ഏതാണ് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.